യൂട്യൂബ് ചാനൽ ട്വിൻ ടോക്കീസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വന്ന് നിസ്കരിച്ച് അപ്പോൾ നമ്മൾ നേരെ പണി തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ അടുത്ത് ചോദിച്ച് രാത്രിത്തേക്ക് എന്താണെന്ന് വെച്ചാൽ അമ്മനെ ഇനി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്നാൽ പിന്നെ നമ്മൾ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാന്ന്. അങ്ങനെ ഇന്നത്തെ രാത്രിത്തെ ഡ്യൂട്ടി ഞാനും ലിയയും കൂടെ ഏറ്റെടുത്തതാണ് കേട്ടോ. നമ്മള് ഭയങ്കര ചെയ്യല്ലേ. അപ്പൊ ഇന്ന് നമ്മള് വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പൊ ബ്ലോഗ് എടുക്കുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പം തോന്നും ഇന്നിപ്പോ അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പൊ അങ്ങനെ ആ ഒരു എന്താ പറയാ, അങ്ങനെ തോന്നുന്ന അപ്പം തന്നെ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത്. പിന്നെ ഇതിനു മുമ്പേ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന് നല്ല റെസ്പോൺസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പിന്നെ ഉമ്മ ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ നമ്മളെന്തെങ്കിലും ഉണ്ടാക്കാന്നൊക്കെ പറയുമ്പോ ഉമ്മ വേണ്ട ഉണ്ടാക്കണ്ടെന്നൊന്നും പറയില്ല. നമ്മളെ ഫുൾ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിച്ചൺ അങ്ങോട്ട് തന്നതാണ്. എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കണം, പിന്നെ ചെറുപയർക്കറി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഐക്കോർ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് പൊരിക്കാന്ന് വിചാരിച്ച്. അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ കൂടുതലായിട്ട് എക്സ്പെക്ട് ഒന്നും ചെയ്യണ്ട. നമ്മളെ കൊണ്ട് പറ്റും പോലൊക്കെ നമ്മളിങ്ങനെ രീതിയിൽ. അപ്പം അതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇനി നേരം പോക്കുന്നില്ല. ഉമ്മ പറഞ്ഞിട്ട് 9 മണി ആകുമ്പോഴത്തേക്ക് ഫുഡ് ഉണ്ടാക്കി വെക്കണമെന്ന്. അതുകൊണ്ട് തന്നെ വേഗം ഇനി നമ്മൾ ചെയ്യുന്നതൊക്കെ വേഗം കാണിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടി ഇരട്ടി സമയം പോകും. അപ്പൊ നമ്മൾ ചെയ്യുന്ന വേഗം കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നേരെ വീഡിയോ. ഗൈസ്, അങ്ങനെ ഇതാ ലിയ ഇവിടെ ചപ്പാത്തിന്റെ മാവ് ഇവിടെ ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചെറിയ ചെറിയ എന്താ പറയാ ബോൾസ് സൈഡ് പരുത്തണം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിട്ടുള്ള പരുത്തുന്നതാണ് ടാസ്ക്. നമ്മള് പരുത്തിണ്ടെങ്കിൽ പല ഷേപ്പ് ഉണ്ട്. ആരും ഇവിടെ ജഡ്ജ് ചെയ്യരുത് കേട്ടോ. കഴിക്കുന്നതിലാണല്ലോ. പിന്നെ നമ്മളെ വീട്ടിലുള്ള ആൾക്കാർക്ക് ആയതുകൊണ്ട് ഒരിക്കലും ഷേപ്പ് ഒന്നും വലിയ കുഴപ്പമില്ല. ഉണ്ടാക്കുന്നതിൽ പല ഷേപ്പ് എത്തലുണ്ട്. അത് പിന്നെ എടുത്തു പറയണം. അപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ സിനിമയിലൊക്കെ ആണെങ്കിൽ തായക്കൂടെ എങ്ങനെ എഴുതി കഴിക്കില്ല. ഈ കാര്യം ആരും അനുകരിക്കരുത് എന്നറിയാല. ഈ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കുമ്പോ ഷേപ്പ് കണ്ടിട്ട് ആരും ജഡ്ജ് ചെയ്യരുത്. പിന്നെ ഷേപ്പിന് വലിയ പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ, അത് നമ്മൾ ചിന്തിക്കണം. പിന്നെ ഞാനിതാ ഇവിടെ ചെറുപയർക്കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെറുപയർ വാങ്ങിയുള്ളൂ കേട്ടോ. ചെറുപയർ നിങ്ങൾക്ക് വേണ്ട അത്ര ക്വാണ്ടിറ്റി എടുത്തിട്ട് അത് നല്ലോണം കേക്ക് ഒരു കുക്കറിലേക്ക് ഇടാം. എന്നിട്ട് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഗ്യാസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇടലുണ്ട് കേട്ടോ. എന്തുകൊണ്ടാന്നുള്ളത് കറക്റ്റ് അറിഞ്ഞൂടെ. അതെന്നാ തോന്നുന്നുണ്ട്. അതെന്നാണ്. അപ്പോൾ അങ്ങനെ വെളുത്തുള്ളി ഇട്ടിട്ട് പിന്നെ മഞ്ഞപ്പൊടി, ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇടുക. പിന്നെ ലേശം ഉപ്പ് പൊടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി ഇതൊരു 5-6 വിസിൽ അടിയുന്നവരെ വെയിറ്റ് ചെയ്യട്ടോ. ഞാൻ നല്ലോണം ചെറുപയർ വേവിക്കും. ചില ആൾക്കാർ അങ്ങനെ നല്ലോണം വേവിക്കൂല. ഞാൻ നല്ലോണം വേവിക്കും. പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ വെള്ളവും വെക്കും അടി പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിത് വേഗം ഒന്ന് ചെറുപയർ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടെ കേട്ടോ. കുറച്ച് നേരം എടുക്കും ഇതാവാൻ. അപ്പോഴത്തേക്കും ഞാൻ ഈ ചെറുപയർക്കറിൻ്റെ വേറെയും കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അതൊക്കെ വേഗം ചെയ്യാം. ലിയ അപ്പോഴത്തേക്കും ഇത് ബോൾസ് ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മീനിൻ്റെ മസാലയും കൂടെ ഉണ്ടാക്കാനുണ്ട്. കുറച്ച് സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ച് കുറച്ചൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഇനി അതുപോലൊക്കെ ആക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് വേഗം വെക്കട്ടെ. ലിയ അപ്പോഴത്തേക്കും ഇത് പരത്താനുള്ള റെഡി ആക്കട്ടെ കേട്ടോ. ഗൈസ്, അങ്ങനെതാ ചപ്പാത്തിൻ്റെത് ഓൾമോസ്റ്റ് കഴിയാനായിട്ടോ. ഓൾമോസ്റ്റ് അല്ല, കഴിഞ്ഞത് ലാസ്റ്റത്തെ ചപ്പാത്തിയാണ്. നമ്മൾ പരുത്തുന്ന ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. എന്തോ ഭാഗ്യം കൊണ്ട് നിങ്ങളുടെ അടുത്ത് കൊളാവൂന്ന് പറഞ്ഞോണ്ടാ തോന്നുന്നു. വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടോ, വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് സ്ക്വയറോ ഒക്കെ പോലെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു സ്ക്വയർ ഒപ്പിക്കാം നമുക്ക്. നമ്മള് വിചാരിച്ചത്ര കൊളായിട്ടൊന്നുമില്ല. എപ്പോഴും ഞാൻ ഉണ്ടാക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. ഷേപ്പ് തന്നെയാണ് മെയിൻ ആയിട്ട്. എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിലായി പോകും. പക്ഷെ നിങ്ങളോട് ഇന്ന് കൊളാവെന്ന് പറഞ്ഞോണ്ട് പഠിച്ചവനത് നന്നാക്കി തന്നതാണെന്ന് തോന്നുന്നു. ഒരുവിധം എല്ലാം ഈ ഒരു ഷേപ്പിലാണ്. ഈ ഷേപ്പ് അത്ര ബോറൊന്നല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അടിപൊളി ഷേപ്പാ. ഗൈസ്, ഇനിതാ ലിയന്റെ പത്തിരിച്ചുടല് അവസാന ഘട്ടത്തിലേക്ക് ആയിണ്ട് കേട്ടോ. കുറെ ചപ്പാത്തി അവിടെ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചുട്ട് വെച്ചിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. ഇനി 2 എണ്ണം കൂടെ അങ്ങനെ ഉള്ളൂ. അപ്പം
അതും കൂടെ കഴിഞ്ഞാൽ എനിക്ക് ഇനി കറി ഉണ്ടാക്കണം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ ഞാനിവിടെ പാനൊക്കെ കുറേ നേരമായി സെറ്റാക്കി വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം എൻ്റെ കറി ഒന്നും നീങ്ങിയില്ല കേട്ടോ ഇനി. പക്ഷേ തുടങ്ങിയാൽ വേഗം കഴിയും. ഇനി കുറച്ച് പണിയും കൂടെ ഉള്ളൂ. പിന്നെ മീനിൻ്റെ മസാല ഉണ്ടാക്കുന്നത് കാണിച്ചു തരാൻ വിചാരിച്ച്. അത് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. മീനിൻ്റെ ഒരു കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവർ ഉള്ള ഒരു മസാല ആണ്. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ എന്നാൽ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ചപ്പാത്തിന്റെ പണി കഴിഞ്ഞു. പിന്നെ ആണെങ്കിൽ ഞാനിവിടെ ചെറുപയറിന് വേണ്ടിയിട്ടുള്ള കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇത് അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളി, തക്കാളി, പിന്നെ പച്ചമുളക് എടുത്തിട്ടില്ല. ഇവിടെ പച്ചമുളക് തീർന്നു പോയി കേട്ടോ. അപ്പോൾ ഇനി വാങ്ങാൻ വേണ്ടി പോകാൻ നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളൊക്കെ ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് വേറെ തന്നെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അത് വേറെ സെറ്റ് ആക്കണം കേട്ടോ. ചുവന്നുള്ളിയൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടെ ഞാൻ പ്ലേറ്റിലേക്ക് ആക്കാൻ വിചാരിച്ച്. ഗൈസ്, അങ്ങനെ നമ്മളെ ചെറുപയർക്കാർക്ക് വേണ്ടിയിട്ടുള്ള മസാല നമ്മളിതവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ അതിലേക്ക് ഉള്ളി, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഇട്ടിട്ട് മുളകും മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. ഇനി നമ്മൾ ഇത് നേരെ നമ്മളെ കുക്കറിലേക്ക് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമ്മൾ വേവിച്ച് വെച്ച ചെറുപയറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക മിക്സ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നത് ഗൈസ്, ഇതാ ഇനി നമ്മുടെ കറീൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ഇടാം. അപ്പം കടുക് ഇടുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം പൊട്ടിത്തെറി എപ്പം വേണമെങ്കിൽ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചിട്ട് കുറച്ച് കടുക് ഇടാം, ആഡ് ചെയ്യാം. കുറച്ച് മതി കേട്ടോ ഗൈസ്. അങ്ങനെ ഓൾമോസ്റ്റ് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പം ഒരു കുറച്ച് മീറ്റർ അകലെന്നാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇനി കുറച്ച് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ വേറെ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ പച്ചമുളക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇത്തിരി ചൂടിലൊന്ന് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കറിയിലേക്ക് ഒരു സൗണ്ട് ഇപ്പം വരും. ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ പിടിക്കുമ്പോൾ ആ ചൂടുള്ള ടൈമിലേക്ക് അങ്ങനെ മറന്നാൽ കഴിഞ്ഞ കാര്യം. ഇനി നമ്മുടെ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗൈസ്, ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, മീനിന്റെ മസാല ഉണ്ടാക്കട്ടോ. ഉമ്മ അവിടെ കുറച്ച് പണിയിലാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലൂസിന് സ്കൂൾ തുറന്നിട്ട് കുറച്ച് ചാർട്ടിന്റെ എന്തൊക്കെയോ പണി ഉണ്ട് എന്ന് പറഞ്ഞേ. അപ്പൊ അത് ഉമ്മ വരയ്ക്കാണ്. വന്നപ്പോൾ മുതൽ ഉമ്മ വരയ്ക്കാതിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന്റെ വരച്ചൊക്കെ കഴിഞ്ഞ് കളർ കൊടുക്കാൻ സ്കെച്ച് കൊണ്ട്. അപ്പൊ ഇനി ഉമ്മ അവിടെ നിന്ന് ഉമ്മന്റെ പണി കഴിഞ്ഞ് വന്നിട്ട് വേണം ഉമ്മക്ക് ഈ മീനൊന്ന് ക്ലീൻ ചെയ്ത് തരാനുള്ളത്. അപ്പത്തേക്ക് നമുക്ക് അതിന്റെ മസാല ഉണ്ടാക്കി വെച്ചാൽ വേഗം പണി കഴിയല്ലോ വിചാരിച്ചിട്ടാണ്. ഇങ്ങോട്ട് തിരി എന്തൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് തന്നെ. ഇതിപ്പോ പെരിഞ്ചീരകമാണ് കേട്ടോ. ഇത് ഞാനൊന്ന് പൊടിക്കാൻ നോക്കിയതാണ്. പക്ഷെ എങ്കിൽ ഇത് കുറച്ചുള്ളതുകൊണ്ട് പൊടിഞ്ഞ് കിട്ടിയില്ല. അപ്പൊ ഉമ്മ പറഞ്ഞു ഇനി എന്താ എല്ലാം കൂടെ ഇനിയിപ്പം ജാറിലിടുമ്പോൾ കഴിഞ്ഞോളൂ പറഞ്ഞേ. അപ്പൊ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. ഇതിന്റെ ക്വാണ്ടിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. നമ്മൾ എടുക്കുന്നതിന് മീനൊക്കെ എടുക്കുന്നതിനനുസരിച്ച് കൂടിയും കുറഞ്ഞൊക്കെ വരും. പിന്നെ ചുവന്നുള്ളി ഇടുന്നുണ്ട്. ചുവന്നുള്ളി ചെറിയുള്ളി എന്ന് ചില ആൾക്കാർ പറയും. ചുവന്നുള്ളി ഇട്ടാ കുറച്ച് ചുവന്നുള്ളി ഇടുന്നുണ്ട്. ഇത് ഇടുന്നത് എന്താ വെച്ചാല് മീന് ഡ്രൈ ആയിട്ട് തോന്നൂല, കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നും. പിന്നെ വെളുത്തുള്ളി ഇടുന്നുണ്ട്, ഇഞ്ചി, പിന്നെ കറിവേപ്പില അത്രയും വേണ്ട. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തുണ്ട് കേട്ടോ. അല്ലേ വേണ്ട, ഇതങ്ങോട്ട് ഇടാം. ഇനി ഇത്രയും ഒന്ന് നല്ലോണം ഒന്ന് ഞാൻ മിക്സിയിലിട്ടിട്ട്, അതായത് ഇത് നല്ലോണം ഒന്ന് അരിച്ചെടുത്തിട്ട് വരട്ടോ. നല്ലൊരു ഫൈൻ പേസ്റ്റ് പോലെ ആകണം. എന്നിട്ട് അതിലേക്ക് വേണ്ട പൊടികൾ ഇടുന്നതും കൂടെ കാണിച്ചേരേ ഗൈസ്. അങ്ങനെ ഇത് നല്ലോണം അരിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ വെള്ളം ഒന്നും ചേർക്കാണ്ടാണ് അരച്ചത്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടെടുക്കാം. എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ പൊടിയൊക്കെ ചേർക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ ചെറുനാരങ്ങ, ഇത്രയും സാധനം കൂടെ ആഡ് ചെയ്യണേ. എന്താ ഇപ്പൊ ഇവിടെ വന്നിക്കുന്നുണ്ട് എന്തേലും മീന്റെ മസാല കാശ്മീരി മുളക് പൊടി, അത് മുളകല്ലേ? അത് കളറിനാ. പച്ചമുളകൊന്നും ഇട്ടില്ല, ഇത് വേറെ മുളകൊന്നും ഇട്ടില്ല കേട്ടോ. കറിവേപ്പിലന്റെ ആ ഒരു പച്ച കളറാണ്. ഇനി കുറച്ച്
മുളക് നമ്മൾ അതിൽ ആഡ് ചെയ്യൂല. മുളക് പൊടി ഇടാം. അപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടെ എടുക്കാം. പിന്നെ ഇതെന്താ, ചെറുനാരങ്ങ എടുത്തോ? ചെറുനാരങ്ങ ഞാനിവിടെ ഓൾറെഡി ഇവിടെ പിഞ്ഞ് വെച്ചിട്ടുണ്ട്. അര ചെറുനാരങ്ങ ഇവിടെ പിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഞാനത് ചെയ്യുന്ന കാണിച്ചുതരാം. കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടാം. ഇങ്ങോട്ട് ഇത് ഇങ്ങനെ എടുത്തോ, ക്ലോസ് ആയിട്ട് എടുത്തോ. കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടാം. എനിക്ക് കുറച്ച് കളർ വേണം കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടുണ്ട്. എല്ലാം നമ്മൾ കുറച്ച് ഓവറായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ. അപ്പൊ ഇനി കുറച്ച് എന്താ മുളക് പൊടി നമ്മള് കുറച്ച് ഇതിൽ നമ്മൾ വേറെ മുളക് പൊടി ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ 1 സ്പൂണോളം ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ എടുക്കണോ? അതിപ്പോ ഇങ്ങിട്ട് 1 സ്പൂൺ ആയില്ല, 3/4 സ്പൂണാ. എന്നാ 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ശേഷം മഞ്ഞപ്പൊടി ഇടാം. മഞ്ഞപ്പൊടി നമ്മൾ സാധാ ഇതിലിടുന്ന പോലെ. അതൊക്കെ നമ്മൾ അളവിനാട്ടോ ഇടുക, അതിനൊന്നും പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല. ഇത് ഞാൻ ഒരു പ്രാവശ്യം ഈ ഐക്കോറല്ലല്ല നമ്മളെ സ്രാവ് മീനില്ലേ അതിൽ ഉണ്ടാക്കി വെക്കുക. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പൊ ഞാൻ അങ്ങനെ പിന്നെ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമായി ഉണ്ടെങ്കിൽ ഒരു പറയും, ഓർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അത് അവർക്ക് ഇഷ്ടമായി പറയുമ്പോൾ പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ ഒരു എന്താ പറയാ ഒരു പ്രചോദനമാണല്ലോ. അതുകൊണ്ട് പിന്നെ കുറച്ച് ഉപ്പിടാം, കുറച്ചിടാം. ഇനി കുറച്ച് ലെമണും കൂടെ ആണ് എടുത്ത് വെച്ചാൽ ഞാനിപ്പോ ഇതേ ഒഴിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ പൊരിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൽ വെള്ളമൊക്കെ വെച്ച് ഇതാക്കാട്ടോ. അപ്പൊ ഇനി നമുക്ക് നല്ലോണം ഒന്ന് കഴിക്കാം. ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് ഫിഷിലേക്ക് ഇത് പുരട്ടുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ ഇതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള മസാല. ഇത് വെച്ചിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അത്ര അടിപൊളി ടേസ്റ്റാണ്. നമ്മളിത് ഉണ്ടാക്കി നോക്കിയതിനെ കൊണ്ടാണ് കേട്ടോ നമ്മൾ പറയുന്നത്. പിന്നെ അതാ ഗൈസ് നമ്മളതാ അല്ലൂസ് ഇവിടെ വന്നിട്ടുണ്ട്. അല്ലൂസ് ഫുൾ ബിസിയാണ് ക്ലാസ്സൊക്കെ ആയിട്ട്. അല്ലൂസേ ക്ലാസ്സൊക്കെ എങ്ങനെ ഉണ്ട്? സെക്കൻഡിൽ എത്തിയിട്ടോ നമ്മൾ അല്ലൂസ്. ക്ലാസ്സൊക്കെ എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ല. ഫ്രണ്ട്സൊക്കെ അല്ലേ? 2 ഫ്രണ്ട്സിൻ്റെ പേര് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക നമ്മളെ യൂട്യൂബിലുള്ള ആൾക്കാർക്ക്. പറഞ്ഞു കൊടുക്കേ. ബെസ്റ്റ് ഫ്രണ്ട് ഐദിയമ്മി ചങ്ക്. പിന്നെ വേറെ ആരാ? ആര്? പഠിച്ച തമ്പുരാനെ. ഇവരൊക്കെയാണ് കേട്ടില്ല. നമ്മള് ഐദിയമ്മിയും പിന്നെ സയാനു ഐദിൻ ഖാദറു ഹനാനൊക്കെ ആണ് നമ്മള് കേക്കല്. ഇനി ഞാന് കുറച്ച് വെള്ളം ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കൂടുതൽ എടുത്തോ ഒരു ഡൗട്ട് ഉണ്ട്. എന്തായാലും നോക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. തിന്നിട്ടും കുറവാ, നോക്കി മിക്സ് ചെയ്യട്ടോ. നല്ല നമ്മള് ഈ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അല്ലൂസിന്റെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ഒരു ചാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെതും ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ അല്ലൂസേ? വന്ന മുതലേ കഷ്ടപ്പെടുക കേട്ടോ. അപ്പൊ നമുക്ക് അതും ഒന്ന് കാണിച്ചു തരാം. ലാസ്റ്റ് നമ്മളെ വീഡിയോന്റെ ലാസ്റ്റിൽ അതും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ അത് കണ്ടിട്ട് എങ്ങനെ ഉണ്ട് എന്ന് കമന്റ് അറിയിക്കണം കേട്ടോ. അമ്മേന്റെ അത്രയും എന്താ പറയാ അത്രയും നേരത്തെ കഷ്ടപ്പാടാണത്. നെട്ടിപ്പോവല്ലേ ഗൈസ് നിങ്ങള്. നമുക്ക് നോക്കല്ലേ അല്ലൂസേ? അപ്പൊ നമ്മളാ ബാക്കി പരിപാടി ഇതാ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മസാല റെഡിയാക്കിണ്ട് ഗൈസ്. പിന്നെ നമ്മൾ മീൻ കായം തേക്കുന്ന ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. അത് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെയാണ് ഗൈസ്. ഇനി നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇത് നമ്മൾ അധികം ചൂടാക്കിയിട്ട് മീൻ പൊരിക്കരുത്. എന്നുവെച്ചാൽ ആദ്യം ഒന്ന് ഓയിൽ വെളിച്ചെണ്ണ നല്ലോണം ചൂടാക്കാൻ വെക്കുക. എന്നിട്ട് പിന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണേ ഇത് പൊരിക്കാൻ. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, മസാല കൂടുതലുള്ളതുകൊണ്ട് അടി പറ്റാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്, ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അങ്ങനെ ആദ്യപ്പാണ് കേട്ടോ അതൊന്ന്. അല്ലൂസ് ഫുഡ് കഴിച്ചിട്ട് കിടന്നു കേട്ടോ. എനിക്ക് ഉറക്ക് വന്ന് അതതിൻ്റെ മുകളിൽ അതിൻ്റെ മസാല കഴിച്ചതാ. തൊളി വേസ്റ്റ് പാത്രം. രസമുണ്ടോ? കറി ടേസ്റ്റ് ഉണ്ടോ? നീ പൊരിച്ചതാ ശരിക്കും ടേസ്റ്റ് ഉണ്ടോ? അതിൻ്റെ മസാല കഴിഞ്ഞ് ഞാൻ അതിൻ്റെ മുകളിലിട്ട് വെന്തിയില്ലേ? അപ്പം
അപ്പോൾ ഗൈസ് ഇപ്പൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. ഇനി ഉമ്മയോട് കഴിച്ചിട്ട് ഉമ്മേൻ്റെ റിയാക്ഷൻ നോക്കാം കേട്ടോ. ഗൈസ് അപ്പോൾ ഇതാണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ അമ്മ അലൂസിൻ്റെ ചാർട്ട് വരയ്ക്കുകയാണെന്ന്. ഇത് ഓൻ്റെ ബുക്കിലുള്ള ഒരു പിക്ചറാണ് കേട്ടോ. അപ്പോൾ അത് ടീച്ചർ വരയ്ക്കാൻ വേണ്ടി പറഞ്ഞതിനു. ഇത് ഉമ്മ ഓൻ വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ ശരിക്കിലുള്ള പിക്ചർ കാണിച്ചരേ. അതിവിടെ ഇതാ ഈ പിക്ചറാണ് ഉമ്മ ചാർട്ടിൽ വരച്ചത് കേട്ടോ. അതിൻ്റെ മുകളിലുള്ളതും എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി നിസ്കരിച്ചിട്ട് പോയി കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എല്ലാവർക്കും ഫുഡ് ഇഷ്ടമായി. പിന്നെ ഉമ്മക്ക് ഒന്നും ചെറുപയർക്കറി തീരെ ഇഷ്ടമില്ലാത്തതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമായി പറഞ്ഞു. അപ്പം അതന്നെ ഏറ്റവും വലിയൊരു കോംപ്ലിമെൻ്റ് ആണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന കറി ടേസ്റ്റൊക്കെ ഉണ്ട് അങ്ങനെ ഉമ്മ കൂട്ടി. പിന്നെ ഉമ്മ ഒക്കെ നല്ലതെന്ന് പറയുകയാണെങ്കിൽ അത്രക്കും ഉമ്മക്ക് നല്ലോണം ഇഷ്ടമായാലേ ഉമ്മ എന്ത് ഫുഡായാലും നല്ലതെന്ന് പറയുള്ളൂ. പിന്നെ നമ്മൾ മീൻ പൊരിച്ച ഉണ്ടാക്കി അതും ഉമ്മക്ക് ഇഷ്ടമായി. ഉമ്മൻ്റെ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഉമ്മ എന്നാൽ അങ്ങനെ വീഡിയോ എടുക്കണ്ട, ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞാൽ മതി പറഞ്ഞതാണ്. അപ്പം അങ്ങനെ എല്ലാവർക്കും റാഹത്തായി നമ്മൾ ഫുഡൊക്കെ കഴിച്ച്. അപ്പം ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു എന്താ പറയുക ഡിന്നറിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങനെ നിങ്ങളും ഒന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കിയിരിക്കും, ഇങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് നോക്കി. അപ്പോൾ അത് ഓർക്കും ഭയങ്കര സന്തോഷമാവും. ചിലപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് പറയണമെന്നൊന്നുമില്ല, പക്ഷെ അതുപോലെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. അപ്പം പറ്റുന്ന ആൾക്കാർ ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ. പിന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. പിന്നെ നമ്മൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരിക്കലും വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.